അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനം വിജയ ദിവസമായി ആഘോഷിക്കാൻ ഒരുങ്ങി ഭാരതം. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേക പൂജകളും ആരാധനകളും നടക്കും. അതേസമയം ചടങ്ങിൽ പങ്കെടുക്കാൻ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർക്കും ഇതിനോടകം ക്ഷണം നൽകി കഴിഞ്ഞു. പ്രാണപ്രതിഷ്ഠാ ദിനം രാജ്യത്തുടനീളം വിപുലമായ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. പ്രാണപ്രതിഷ്ഠാ ദിനത്തെ വിജയ് ദിവസമായാണ് വിവിധ സംസ്ഥാനങ്ങൾ ആഘോഷിക്കുക. പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് കർണാടകയിൽ എല്ലാ ക്ഷേത്രങ്ങളിലും പൂജകൾ അർപ്പിക്കണമെന്ന് ഉത്തരവിറക്കിയിരിക്കുകയാണ് കർണാടക സർക്കാർ. ക്ഷേത്രകാര്യങ്ങൾ നോക്കുന്ന സർക്കാരിന്റെ മുസ്രൈ കമ്മിറ്റിയാണ് ക്ഷേത്രങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രതിഷ്ഠാ മുഹൂർത്തമായ 12:29 1:32 ഇടയിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്താനാണ് മുസ്രൈ മന്ത്രി രാമലിംഗ റെഡ്ഡി ഉത്തരവിറക്കിയിരിക്കുന്നത്. കർണാടകയ്ക്ക് പിന്നാലെ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും വിവിധ പൂജകളും പ്രാർത്ഥനകളും ഉണ്ടാകും. അതേസമയം ജനുവരി 22 നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഭാരതത്തിന് അകത്തും പുറത്തും നിന്നുമായി നിരവധി പ്രമുഖർക്ക് ക്ഷണമയച്ചിട്ടുണ്ട്. വ്യവസായികളായ രത്തൻ ടാറ്റ, മുകേഷ് അംബാനി, ഗൗതം അദാനി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ക്രിക്കറ്റർമാരായ സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, സിനിമാ താരങ്ങളായ അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, രൺവീർ കപൂർ, മോഹൻലാൽ തുടങ്ങിയ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലുള്ള നിരവധി പ്രമുഖർക്കാണ് ഇതിനോടകം ക്ഷണം ലഭിച്ചിട്ടുള്ളത്. ചടങ്ങിൽ 60,000-ലധികം പേർ ഔദ്യോഗികമായി പങ്കെടുക്കുമെന്നാണ് വിവരം. നാഷണൽ ഡെസ്ക്, ജനം.